ഹായ്. അമ്മ ആകെ പ്രശ്നത്തിലാണല്ലേ. എൻ്റെ അമ്മയല്ല, നമ്മുടെ സിനിമ മേഖലയിലുള്ള അമ്മ പ്രശ്നത്തിലാകാനുള്ള കാരണം അമ്മയുടെ അംഗങ്ങൾ തന്നെയാണ്. എനിക്കിപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്നറിയാമോ, ഈ അമ്മ സംഘടന പെണ്ണുങ്ങളാരും ഇല്ലേ? സീനിയർ ആയിട്ടാണെങ്കിൽ ഉർവശിയുണ്ട്, ഒരുപാട് നടിമാരുണ്ട്. എടുത്തു പറയാൻ തന്നെ എനിക്ക് ആകെ ഓർമ്മ വരുന്നത് ഉർവശി മാത്രമേ ഉള്ളൂ. അത്രയും സീനിയർ ആയിട്ടുണ്ട്. നവ്യ നായരുണ്ട്. ഇവരെയൊന്നും ആ പൊസിഷനിലേക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ലായിരിക്കും അല്ലേ. മെയിൽ ഷോവോനിസം അല്ലെങ്കിൽ ആൺ മെയിൽ ഖോയിമ എന്ന് പറയുന്ന സംഗതിയുടെ തീവ്രമായ ഒരു മുഖമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം അലിഗേഷൻസ് ഒക്കെ വന്നു, ഇത്രയും പേർക്ക് പ്രശ്നം ഉണ്ടാകുന്നു, അപ്പോഴും പുതിയ പുതിയ ആണുങ്ങളെ മാത്രമാണ് ആ പൊസിഷനിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള പെണ്ണുങ്ങൾക്ക് ബോധമില്ലേ? നമ്മളെ ഇങ്ങനെ അവർ ഇൻസൾട്ട് ചെയ്യുന്നു, ഇകഴ്ത്തുന്നുണ്ടെന്നുള്ളൊരു പൊതുബോധം ഈ പെൺകുട്ടികൾക്ക് എന്താ വരാത്ത? സംശയം കൊണ്ട് വയ്ക്കുന്നത്. അഭിമാനമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങി WCCയിൽ പോയി ചേരുകയാണ് വേണ്ടത്. ഇത്രയധികം അലിഗേഷൻസ് വന്നു, ഇത്രയധികം പേര് ഓപ്പൺ അപ്പ് ചെയ്തു അവരെ പറ്റി. ഇതിനകത്ത് മറ്റൊരു മുഖമുണ്ട് കേട്ടോ, അതും പറയാതെ വിടരുത്. മറ്റൊരു മുഖം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പെണ്ണുങ്ങൾ താൽക്കാലികമായി, അത് മണിയമ്പിള്ള രാജു പറഞ്ഞത് കറക്റ്റാണ്. മണിയമ്പിള്ള രാജു പറഞ്ഞത് എന്താണ്, ഒരുപാട് അലിഗേഷൻസ് വരും, ഒരുപാട് പേര് ആരോപിക്കും, അവർക്കൊക്കെ നല്ല റോള് കിട്ടാത്തതിൻ്റെ, അവർക്കൊക്കെ ശമ്പളം കുറച്ച് കൊടുത്തതിൻ്റെ ഒക്കെ ദേഷ്യം തീർക്കുക ഇത്തരത്തിലുള്ള ഫോൾസ് അലിഗേഷൻസ് കൊണ്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതെ, അങ്ങനെയൊക്കെ ഉണ്ടാകും, അത് തർക്കമൊന്നുമില്ല. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന രണ്ടുപേര് വളരെ ഉറച്ച നിലപാടോട് നിന്നില്ല. അതിലെ രണ്ടുപേരെടുത്തും അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് എടുത്ത് വെച്ചിട്ട് അവർ പറയുന്ന കറക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ പറ്റി ഒരു ബോധവും ഇല്ലാത്ത കുറേ മനുഷ്യരാണ് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. എക്സാമ്പിൾ പറയാം, ഇപ്പോൾ കസബ എന്നൊരു സിനിമയെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ചകളും അതിനോട് അനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളും നിങ്ങൾ കണ്ടാണ്, സിനിമയെ നിങ്ങൾ കണ്ടാണ്. അതിനകത്ത് തന്നെ പറയുന്ന ഒരു നിയമവശമുണ്ട്. ഒരു വേശ്യാവൃത്തിയിലിരിക്കുന്ന ഒരു പെണ്ണ് അതായത് ലൈംഗിക തൊഴിലാളിയാണെങ്കിൽ പോലും അവളുടെ സമ്മതമില്ലാതെ അവളെ തൊടുക എന്നുള്ളത് നിയമപരമായി തെറ്റായ ഒരു കാര്യമാണ്. ഇതൊരു പേഴ്സണാണ്, അത് അവരുടെ തൊഴിലാണ്. ആ തൊഴിലിൽ പോലും അവരുടെ സമ്മതമില്ലാതെ അവരെ ചെയ്താൽ അതിനെ റേപ്പായിട്ട് തന്നെ കണക്കിലെടുക്കും. അപ്പം നിയമപരമായിട്ടുള്ള ബോധമില്ലായ്മ കൊണ്ടാണ് അത്തരത്തിൽ ആ പെൺകുട്ടികളുടെ പാസ്റ്റ് ഹിസ്റ്ററി എടുത്തുകൊണ്ട് വന്നിട്ട് അവർ പറയുന്നത് കളവാണെന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി കണ്ണൻ്റെ ഭക്തയെ പറ്റി നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. കണ്ണനെ വെച്ചുകൊണ്ടുള്ള കളി കളിക്കുന്ന ജസ്ന എന്ന് പറയുന്നത്, അവൾ കൊടുത്തിരിക്കുന്ന കേസുകളൊക്കെ തന്നെ ഫേക്ക് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്നയ്ക്കെതിരെ അങ്ങനെ ഒരു അലിഗേഷൻസ് വരുമ്പോൾ അത് കറക്റ്റ് ആവുന്നത്. കാരണം ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് ഹണി ട്രാപ്പ് കേസുകൾ പുള്ളിക്കാരത്തി കൊടുക്കുന്നുണ്ട്. ഹണി ട്രാപ്പ് അല്ല, പുള്ളിക്കാരത്തി കൊടുക്കുന്ന കേസുകൾ ഹണി ട്രാപ്പ് ആണ്. അതിന് സിമിലാരിറ്റി ഉള്ള സംഗതിയാണ് പുള്ളിക്കാരത്തി കൊടുക്കുന്നത്. എന്നെ അവൻ പീഡിപ്പിച്ചു, എന്നെ ഇവൻ പീഡിച്ചു, എന്നെ മറ്റവൻ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ തന്നെ ഒരേ കേസുകൾ കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിക്കെതിരെ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ഒരു തീരുമാനം ഈ പറയുന്ന കോടതികളിൽ നിന്നുണ്ടാകുമ്പോൾ അവർ കൊടുക്കുന്ന കേസുകൾക്ക് വാലിഡിറ്റി ഉണ്ടാകത്തില്ല. ഒരേ കള്ളം 10 വട്ടം പറഞ്ഞാൽ അത് സത്യമാവത്തില്ല. കള്ളമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതി അതിനകത്ത് നിയമപരമായിട്ട് ഒരു കാര്യങ്ങളും എടുക്കുകയുമില്ല. അതുകൊണ്ടാണ് ജസ്നയ്ക്ക് അങ്ങനെ ഒരു അറ്റാക്ക് നേരിടേണ്ടി വന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കൃഷ്ണ ജയന്തിയിലെന്നും അവിടെ പോയി നിന്നുകൊണ്ടുള്ള സർക്കസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പെണ്ണൊരുപ്പെട്ടാൽ അല്ലെങ്കിൽ പെണ്ണ് തുനിഞ്ഞിറങ്ങി ഒരു ആണിനെ അപമാനിക്കാനായിട്ട് ശ്രമിച്ചാൽ അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും സിദ്ദിഖിനെതിരെ ഒരു പെൺകുട്ടി താൻ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൃത്യമായി പറയുമ്പോൾ ആ പെൺകുട്ടി ഒരു കാര്യത്തിൽ പിന്നോട്ട് പിടിക്കുന്നു, എനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ല. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് സിദ്ദിഖ് ഇപ്പോൾ സ്കോർ ചെയ്തത്. സിദ്ദിഖ് കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കഴമ്പുള്ളൊരു പെറ്റീഷനാണ്. ഈ പറയുന്ന അലിഗേഷൻ മാത്രമായാൽ ഇത് പെറ്റീഷൻ വേറെ രീതിയിൽ വരും. പറഞ്ഞ പെണ്ണുങ്ങൾക്കൊക്കെ പണി കിട്ടും. ഒന്നിൻ്റെ കൂടെ തള്ളെന്നുള്ള രീതിയിൽ കുറേയധികം പെണ്ണുങ്ങൾ ഇറങ്ങി നിന്നുണ്ട് തങ്ങൾക്കും കിട്ടണം പണം എന്നുള്ള രീതിയിൽ അവനെപ്പറ്റി ഇവനെപ്പറ്റി പ്രമുഖ നടൻ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന എല്ലാ പെണ്ണുങ്ങളോടും തിരിച്ച് അവർക്കും റൈറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം ബോധ്യമുണ്ടാവണം. തീർച്ചയായിട്ടും അവർക്ക് കേസ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ വെറും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആളുകളെ നാണം കെടുത്താൻ ഈ ഒരു വേദി ഉപയോഗിക്കരുത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ റെക്കോർഡാകേണ്ട ഒരു സംഗതിയാണ് ഈ കമ്മീഷൻ. ഈ കമ്മിറ്റി കൊണ്ട് അവർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ WCCയിലെ കുട്ടികൾ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഒരു വിചിന്തനം. ഇനി ഒരു പെൺകുട്ടിയെ ഇതുപോലെ അവർ ടച്ച് ചെയ്താൽ അതിനുള്ള മറുപടി ഈ രീതിയിൽ കൊടുക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. ഇത് എല്ലാ സംസ്ഥാനത്തെയും എല്ലാ സിനിമാ മേഖലയിലുള്ളവർക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ്. ബാക്കിയുള്ളിടത്തും ഇതേ കമ്മീഷൻ വേണമെന്ന് അവിടുത്തെ പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് പറയാം. ഇപ്പോൾ ബംഗാളി നടി വന്ന് നമ്മളെ കാര്യം പറയുന്നു, അവിടെ ഇല്ലേ? അവിടെയും ഉണ്ട് ഇത്. അതെന്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് അവരുടെ പ്രശ്നമാണ്. നമ്മുടെ പ്രശ്നത്തിലേക്ക് വരാം.
ഈ ഒരു വിഷയം എന്തുകൊണ്ട് ആളുകൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, എന്തുകൊണ്ട് ഇതിനെതിരെ ആക്ഷൻ സർക്കാർ എടുക്കുന്നില്ല? സർക്കാരിന് തെളിവുകൾ വേണം, ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇതുപോലുള്ള റേപ്പുകളൊക്കെ കണ്ണുമടച്ച് പറയുമ്പോൾ ബയോളജിക്കലി ടെസ്റ്റ് ചെയ്യുകയാണ്. 2 വർഷം മുമ്പ് പോലും നമ്മളെ മോശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ സാധനങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടാകും. അത് എടുക്കാൻ പറ്റും, ബയോളജിക്കലി അത് തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു അലിഗേഷൻ സിദ്ദിഖിനെതിരെ പറഞ്ഞ പെൺകുട്ടി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവളുടെ പാസ്റ്റ് ഹിസ്റ്ററി മാനദണ്ഡമല്ല, കൃത്യമായി എടുത്തുകൊണ്ടുവരും. ഇനി സിദ്ദിഖ് കൊടുത്ത പരാതിയിന്മേൽ ഇങ്ങനൊരു സംഗതി ഇല്ല എന്നാണ് തെളിയിക്കപ്പെടുന്നതെങ്കിൽ ഈ പെൺകുട്ടി ഉൾപ്പെടെ ഇപ്പൊ പറഞ്ഞ എല്ലാ അവളുമാരെയും കള്ളികളാക്കി മുദ്രകുത്തപ്പെടും. WCC എടുത്തുകൊണ്ടുവന്ന ഏറ്റവും മഹത്തരമായ ഈ ഹേമ കമ്മീഷൻ പോലും ഒന്നുമല്ലാതായി തീരാൻ ഈ ഒരൊറ്റ സൂചന മതി. ഇപ്പുറത്ത് നിൽക്കുന്നത് ക്രിമിനലുകളാണെന്നും അവർ അങ്ങേയറ്റം ഇറങ്ങി ചിന്തിക്കുമെന്നും ഫിനാൻഷ്യലി സൗണ്ട് ആണെന്നും ക്രിമിനൽ ലോയേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെന്നുള്ള ബോധം ഈ പെൺകുട്ടികൾക്ക് കൂടെ വേണമെന്നുള്ളതാണ് വസ്തുത. സഹനടിമാര്, ജൂനിയർ നടിമാര്, ഇങ്ങനെ കുറേ പെണ്ണുങ്ങളാണ് ഇപ്പൊ ഇറങ്ങി നിൽക്കുന്നത്. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരൊക്കെ പയ്യെ അങ്ങോട്ട് മാറിയിട്ട്. മഞ്ജു വാര്യർ ആദ്യം എന്താ പറഞ്ഞത്? എനിക്കങ്ങനെ ഒരു അനുഭവമില്ല. പക്ഷെ മഞ്ജു വാര്യർ കൊടുത്ത പരാതിയിന്മേൽ ആക്ഷൻ എടുത്തിട്ടുണ്ട്. DGP മെഹ്റയ്ക്കാണ് പുള്ളിക്കാരത്തി കൊണ്ടുപോയി പരാതി കൊടുത്തത്, ഓർമ്മയുണ്ടോ? ഉണ്ട്. ശ്വേത മേനോൻ, എനിക്കങ്ങനെ വലിയ അനുഭവങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും അക്കൂടെ തന്നെ ആഡ് ഓൺ ചെയ്ത് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് പരാതികളുണ്ട്, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആരെയും പിടിക്കുന്നില്ല. മണിയൻ പിള്ള രാജു പറഞ്ഞ ഒരു കാര്യമാണ്, ഒരുപാട് അലിഗേഷൻസ് വരും, തീർച്ചയായിട്ടും വരും. കാരണം പൈസ കൊടുക്കാത്തവർക്ക് അല്ലെങ്കിൽ നല്ല അഭിനയം സാധ്യത കൊടുക്കാത്തവരൊക്കെ തന്നെ പകരം വീട്ടുക ഇത്തരത്തിലായിരിക്കുമെന്ന് മണിയൻപിള്ള രാജുവും പറയുന്നുണ്ട്. ആകെ മൊത്തത്തിൽ കൊളാപ്സായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. ഇനി വരാൻ പോകുന്നത് എന്താണെന്നറിയാം. ആൾവേസ് എൻ്റെ പ്രഡിക്ഷൻ നടക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സിദ്ദിഖ് നിസ്സാരമായിട്ട് ഇതിനകത്തുനിന്ന് വരും. വീണ്ടും അമ്മയുടെ തലപ്പത്തേക്ക് പുള്ളി വരിക തന്നെ ചെയ്യും. താൽക്കാലികമായി ഒരു രാജിവെക്കലും മാറി നിൽക്കലും മാത്രമാണ് രഞ്ജിത്തായാലും സിദ്ദിഖായാലും ചെയ്യുന്നത്. പരാതികളില്ലാത്ത പ്രഹസനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പൊതുസമൂഹത്തിൽ അവർക്ക് കുറച്ച് ദിവസത്തെ നാണക്കേട് ഉണ്ടാക്കുമെന്നതിനപ്പുറം ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വാല്യൂമില്ലാന്ന് ഇനിയെങ്കിലും പരാതി പറയുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ധൈര്യസമേതം ഇത് ഓപ്പണായി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ മേക്ക് എ കംപ്ലൈൻറ്റ് എന്നുള്ളതാണ്. അതിനെ ഉദാഹരണമായിട്ട് പറയാം. നമ്മൾ ഈ കസബ സിനിമയിൽ കണ്ട അതേ കാര്യം തന്നെയാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളത്. വേശ്യാവൃത്തിക്ക് ഇറങ്ങി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് പോലും റൈറ്റ്സ് ഉണ്ട്. അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ധൈര്യത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് റേപ്പ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ അവർക്കത് ക്രൈം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരോടാണ് എനിക്ക് ഒരു ചോദ്യമാണ്. കൊലപാതകം ഏറ്റവും വലിയ ക്രൈം അല്ലേ? ജീവപര്യന്തം തൊട്ട് തൂക്കുമരം വരെ ശിക്ഷ വിധിക്കാവുന്ന ഒരു ക്രൈം സ്ത്രീകൾ, അതും റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്ന സമയത്ത് ചെയ്താൽ ക്രൈം അല്ലാതാകുന്ന ഒരു സിനാരിയോ വേറെ എവിടെയുണ്ട് ഈ നിയമം? എനിക്കറിയില്ല കേട്ടോ, അറിയാവുന്നവർ പറയുക. എനിക്ക് മനസ്സിലായത് ഇന്ത്യയിൽ അതൊരു ശക്തമായ നിയമമാണ്. നമ്മളെ റേപ്പ് ചെയ്യുന്ന സമയം, അങ്ങനെ അതിനൊരു അറ്റംപ്റ്റ് നടത്തുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് അവരെ കൊല്ലാം. കൊന്നു കഴിഞ്ഞാൽ അതിനത്രയേ ഉള്ളൂ ശിക്ഷ. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സമ്മതമില്ലാതെ നമ്മളെ ഒരാൾ തൊട്ടാൽ അവനെ കൊല്ലാനുള്ള നിയമം പോലും ഉണ്ട് എന്നിരിക്കെ ഈ നിയമത്തിനെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യരോട് എന്ത് പറയാനാണ്? അറബി രാജ്യം വരണം എന്ന് പറയുന്നവർക്കും ഉണ്ട് മറുപടി. അവിടെ പിന്നെ ഡെയിലി റേപ്പാണല്ലോ നടക്കുന്നത്. ഏത് പെൺകുട്ടിയാണ് 6-7 വയസ്സിൽ സെക്ഷുവലി സമ്മതം മൂളുന്നത്? മെൻസ്ട്രേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് തന്നെ അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ. അതുമാത്രമല്ല, റേപ്പ് എന്ന ക്രൈം ശരീരത്തിലേ ഇല്ല. അങ്ങനെ ഒരു സിന അവിടെ ഇല്ല, അങ്ങനെ ഒരു കുറ്റകൃത്യം അവർക്കില്ല. അപ്പോൾ അതും ഇതും കൂടെ കമ്പാരിസൺ നടത്തരുത്. പക്ഷേ സ്ത്രീകൾ മുൻപോട്ട് വന്നാൽ പരാതിയുമായി തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടും. സ്ത്രീകൾക്ക് പരിഗണനയുള്ള മതം തന്നെയാണ്. അത് സ്ത്രീകൾ മുൻപോട്ട് വന്ന് പരാതി കൂടെ പറയണം. മിണ്ടാതെ അടങ്ങിയിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അവിടെ പോയി ആരും കൊടുക്കത്തില്ല. ഞാൻ അവിടെ 22 വർഷം ഉണ്ടായിരുന്നത് കൊണ്ട് പറയുന്നതാണ്. ജസ്റ്റ് നമ്മളെ നോക്കി മോശമായിട്ട് എന്തെങ്കിലും ഒരു ഗസ്റ്റർ കാണിച്ചാൽ പോലും അവൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അത്ര സ്ട്രോങ് ആയിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നത്. പക്ഷെ റേപ്പിന് യാതൊരു സാധനവും ഞാൻ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല. അതേസമയം റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ക്യാരക്ടർ നോക്കും, പാസ്റ്റ് ഹിസ്റ്ററി നോക്കും, എല്ലാം ഓക്കെ ആണ് എങ്കിൽ മാത്രമേ ആ പെൺകുട്ടിക്ക് നീതി കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം റേപ്പ് നടന്ന സമയത്ത് ഒരു പയ്യനെ കൊന്നതിന് അവിടെ തന്നെയുള്ള അറബിക് വനിതയെ തൂക്കി കൊന്നുകളഞ്ഞു. അങ്ങനെയും നിയമം അവിടെയുണ്ട്. ഇതിനൊക്കെ വ്യത്യസ്തമായി നമ്മുടെ നിയമ സംഹിത ഏറ്റവും ഫേവറായി സ്ത്രീകൾക്ക് പ്രിവിലേജ് തന്ന് സ്ത്രീകൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതി ഇവിടെ ഉള്ളപ്പോൾ സ്ത്രീകളായി തന്നെ അതിന് ഒപ്പോസിഷൻ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോഴും കൊണ്ടുവന്ന സഹനടിമാരുടെ സെക്യൂരിറ്റി അതും അവതാളത്തിലാണ്. മാത്രവുമല്ല, അവർ സ്ട്രോങ് ആയി വന്ന് പറഞ്ഞ കാര്യത്തിൽ സർക്കാർ തലങ്ങളിൽ നിന്ന് സപ്പോർട്ട് വേണമെന്നാണ് പറയുന്നത്. ഒരിക്കലും കിട്ടില്ല. പക്ഷെ വിമൻസ് കമ്മീഷന് ചെയ്യാൻ കഴിയും.
അവർക്ക് ഇവരെ സംരക്ഷിക്കാനും സപ്പോർട്ട് കൊടുക്കാനും പറ്റും. പക്ഷെ അവിടെയും നമ്മൾ കാണുന്നത് വിമൻ കമ്മീഷൻ സൈലന്റ് ആണ്. അവർക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. അവർ മിണ്ടാതിരിക്കുകയാണ്. ആര് മണികെട്ടും എന്നുള്ള ടൈമിലാണ് പോകുന്നത്. വലിയൊരു ക്രൈം സിനാരിയോ നടന്നിട്ടുണ്ട് എന്ന് ഒരു പെൺകുട്ടി പറയുന്നു, അനുബന്ധമായി പലരും വന്ന് പറയുന്നു. പലരുടെയും പേരുകൾ അടിപെടുമ്പോഴും ഒരാൾ പോലും പരാതി കൊടുക്കാൻ മുൻപോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ വ്യത്യസ്തമായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് സീരിയൽ മേഖലയിൽ ഒരു പെൺകുട്ടി വന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുന്നത് ജെന്യൂൻ ആണെന്ന് ഞാൻ പറയും. പരാതി ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇത് രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ ഉയർന്ന അധികാരികൾക്ക് പേപ്പർ കൊടുക്കുക. ഇപ്പോൾ ആർക്കും അങ്ങോട്ട് പോകേണ്ട ആവശ്യം പോലുമില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ പറ്റും. സോ പീഡനങ്ങൾ നടക്കുന്നത് നമ്മളുടെ കെടുകാര്യസ്ഥത കൂടെ കൊണ്ടാണെന്നും കൂടെ ഓർത്തുകൊള്ളുക. ഒരു കാര്യം, ബേസിക് ആയിട്ടുള്ളൊരു തിയറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പറയും നിയമവ്യവസ്ഥ മാറണം, പെണ്ണ് പ്രതികരിക്കണം എന്നൊക്കെ പറയുന്നിടത്തും എനിക്ക് പറയാനുള്ളത്, എൻ്റെ പോയിന്റ്, പെണ്ണുങ്ങളെക്കാൾ ആണുങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം എന്നുള്ളതാണ്. അത് നമ്മുടെ അമ്മയാണ്, സഹോദരിയാണ്, അതൊരു പെണ്ണാണ്, സഹജീവിയാണ്. അവളെ ഇതിനല്ല ഉപയോഗിക്കേണ്ടത്. അത് അവളുടെ സമ്മതത്തോടു കൂടി സന്തോഷത്തോടു കൂടി അനുഭവിക്കേണ്ടതാണ്. ഒരുപാട് റിപ്പോർട്ടുകൾ, സ്റ്റഡീസ് ഒക്കെ ഇപ്പം അനുബന്ധമായി നടക്കുന്നുണ്ട്. റീസെന്റ് നടന്ന ഒരു കൊടും ക്രൂരകൃത്യത്തിനെ പറ്റി തന്നെ നിങ്ങൾ കേട്ടല്ലോ. കൽക്കട്ട ബേസിൽ അനുബന്ധമായി ഒരുപാട് റേപ്പ് വരുന്നുണ്ട്. പലരും ഭീകരമായി മൃഗീയമായി കൊല്ലപ്പെടുമ്പോൾ മാത്രമാണ് അവർക്ക് വേണ്ടി ജസ്റ്റിസ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. പക്ഷെ അതിനേക്കാൾ കൊടിയ മൃഗീയമായ കൊലപാതകങ്ങൾ ഡെയിലി നടക്കുന്നുണ്ട്. ഇത്ര മിനിറ്റിൽ ഇത്ര റേപ്പ് എന്ന കാൽക്കുലേഷനിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നാണ് വസ്തുതകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്ന രീതിയിൽ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വൾഗർ കമന്റ് പറയുമ്പോൾ അവന്മാരെ സപ്പോർട്ട് ചെയ്യുകയും സുഖിപ്പിക്കുകയും അവന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ കൈയടിക്കുന്ന ജനസമൂഹം, അവർ തന്നെയാണ് ഇവർക്ക് പ്രോത്സാഹനം കൂടുതൽ കൊടുക്കുന്നത്. സോ എൻഡ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിർബന്ധമാക്കപ്പെട്ട ചില നിയമങ്ങൾ കർശനമായ ആളുകളിലേക്ക് എത്തിക്കുകയും നിയമം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ആ നിയമം പരിപാലിക്കപ്പെടേണ്ട രീതി പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ സിദ്ദിഖിനെതിരെ അലിഗേഷൻ പുറപ്പെടുവിച്ച പെൺകുട്ടി പറഞ്ഞത് എനിക്ക് സമയമില്ല എന്നാണ്. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു അലിഗേഷൻ പറയാൻ സമയം കണ്ടെത്തി? ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പെൺകുട്ടി പറഞ്ഞത്. സമയം കണ്ടെത്തണം, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി മറ്റാരെങ്കിലും ആ സമയം ഏറ്റെടുക്കണം. നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാമല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എൻ്റെ സമയം മെനക്കെടും, എനിക്ക് എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്ന പെൺകുട്ടി പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് കരിയറിനെ ബാധിക്കത്തില്ലേ? അപ്പോൾ അത് വെറും ഒരു ഫോൾസ് അലിഗേഷനായി മുദ്ര കുത്തപ്പെടും. അങ്ങനെ ചെയ്താൽ മുൻപോട്ട് വരാനിരിക്കുന്ന പെൺകുട്ടികളും മുൻപോട്ട് വന്ന പെൺകുട്ടികളും തന്നെ അവഹേളിക്കപ്പെടും. അതാണ് ഇതിൻ്റെ കീ പോയിന്റ്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ലൊരു കാര്യം, അത്രയും അക്സെപ്റ്റൻസ് ഉള്ള സ്വാഗതാർഹമായ ഒരു തീരുമാനവും അതിനോടനുബന്ധിച്ച് നടന്ന സ്റ്റഡിയും ഇത്രയധികം ഒരുപാട് ഒബ്സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിട്ടും അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആളുകൾ ശ്രമിച്ച ഒരു ഉത്സാഹവും ഒക്കെ തന്നെ ഏറ്റവും വാല്യുബിളായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫാൾസ് അലിഗേഷൻസ് കൊണ്ടുവരുന്നവരെ ഒറ്റപ്പെടുത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അവർ കൊണ്ടുവരുന്ന അലിഗേഷൻസിൽ അവർ ഉറച്ചു നിൽക്കുകയും കേസുമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. അങ്ങനെ വന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് വന്ന ആ നടി. അവർ കുടുംബജീവിതവുമായിട്ട് സ്വസ്ഥമായി ജീവിക്കുകയാണ്. പക്ഷേ അവർക്ക് പരാതികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കൃത്യമായി ആക്ഷൻ എടുക്കാൻ വേണ്ടി അവർ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. സോ അതൊരു നല്ല അക്സെപ്റ്റൻസ് ഉള്ളൊരു കാര്യമാണ്. അവർ പറഞ്ഞിട്ടുള്ളവർക്ക് പരാതികൾ ഉണ്ട് എന്ന് തന്നെയാണ്. ജയസൂര്യയാണ് അവർ കൂടുതൽ പറയുന്നത്. ജയസൂര്യയുണ്ട്, മണിയമ്പിള്ള രാജു ഉണ്ട്, എന്ന് വേണ്ട ഒരുപാടുണ്ട്. റിയാസ് ഖാനെ പറഞ്ഞ, സിദ്ദിഖിനെ പറഞ്ഞ പെൺകുട്ടി ബാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഫോൾസ് അലിഗേഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെടും. പിന്നെ ആ പെൺകുട്ടിക്ക് മുൻപുണ്ടായിരുന്ന കുറേയധികം പ്രോബ്ലംസ് ഞാനത് വിശ്വസിക്കാൻ തയ്യാറല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിൽ ഇത്രയും പേർക്കെതിരെ 18ഓളം പേർക്ക് എതിരെ ഈ പെൺകുട്ടി ഇരുന്നു കൊണ്ട് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന പെൺകുട്ടിക്കെതിരെ അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവൾ ഒരു പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസം എന്ന് തന്നെ ഞാൻ പറയും. തീർച്ചയായിട്ടും ഇതിൻ്റെ എന്താണ് ഉൾക്കള്ളി എന്നുള്ളത് അറിയാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. ദിവസേന ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരികയാണ്. ഇല്ലാത്തവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാം. പക്ഷെ അപ്പോഴും അവർക്കും അവരുടെ തലയിൽ ഒരു വലിയ വാളായി നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങളെ നാറ്റിക്കണമെങ്കിൽ ഈസി ആയിട്ട് ഒരു പെണ്ണെ കൊണ്ട് ഇത് പറയിക്കാം എന്നൊരു ടേമുണ്ട്. അത് മാറാൻ സിദ്ദിഖ് ഇന്ന് ചെയ്ത നടപടി സ്വാഗതാർഹമാണ്. കാരണം അയാൾക്ക് അയാളുടെ ഭാഗം ന്യായീകരിക്കാനും അയാളുടെ ഭാഗത്തെ ശരി തെളിയിക്കാനും അയാൾ ഇപ്പോൾ ചെയ്തത് നല്ലൊരു നടപടിയാണ്. സിദ്ദിഖ് കൊടുത്ത കേസ് സ്വാഗതാർഹം തന്നെയാണ്. അയാൾ ആ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ ആ രീതിയിൽ ആക്രമിക്കാൻ ആർക്കും അധികാരമില്ല. അദ്ദേഹം മാന്യതയോടുകൂടി ആ ഒരു പൊസിഷൻ ഒഴിഞ്ഞു കൊടുക്കുക മാത്രമല്ല, അതിനെ കേസ് മൂലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകുക എന്നുള്ളതാണ് ഇത്.
ഇനിയൊരു കാര്യമുണ്ട്, നമ്മൾ ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല എന്നുള്ളതാണ്. മൂർഖനെയാണ് നിങ്ങൾ പത്തിക്കടിച്ച് വിട്ടിട്ടുള്ളത്. തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ശക്തി മാരകമാം വിധം കൂടും. കഴുത്തില്ലാത്ത തല അറ്റുപോയതാണെങ്കിൽ പോലും പാമ്പിന് അത്രത്തോളം വീതി ഉണ്ടെന്നുള്ളത് മറന്നു പോകണ്ട. തിരിച്ചു വരുന്ന അയാൾ നോർമലല്ല, പൊതുവിലുള്ള എല്ലാ പെൺകുട്ടികളെയും ഭീകരമായി ആക്രമിക്കാനും സാധ്യതയുണ്ട്. ഒരു ക്രൈമിൽ ഇൻവോൾവഡ് ആയ ശേഷം അതിന് പണിഷ്മെൻ്റ് ഒന്നും കിട്ടാതെ സാധൂകരിക്കപ്പെട്ട് ഇറക്കി വിടുന്ന പല ക്രിമിനലുകളും പിന്നീട് ഏറ്റവും വലിയ കൊടും ക്രിമിനലുകളായി മാറിയ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ രീതിയിലുള്ള നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈസിയായി രക്ഷപ്പെടാൻ അവരെ അനുവദിക്കാതിരിക്കാൻ ആ പെൺകുട്ടി സ്ട്രെങ്തനോട് കൂടി പരാതി കൊടുക്കുകയും നന്നായി ഇറുക്കെ പൂട്ടുകയുമാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം ഈ പെൺകുട്ടി ഉൾപ്പെടെ ഇവൾക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞ എല്ലാവരും പെടും എന്നുള്ളത് തർക്കമേ വേണ്ട. താങ്ക് യു.